ഹലോ, ഇന്ന് നമ്മൾ ലേണിംഗ് ഡിസോർഡറിലെ ഡിസ്കാൽക്കുലിയ എന്നതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ എന്താണ് ഡിസ്കാൽക്കുലിയ എന്ന് കൊടുത്തിട്ടുണ്ട് ഡെഫിനേഷനായിട്ട്. എ ലേണിംഗ് ഡിസോർഡർ അഫക്റ്റിംഗ് ന്യൂമറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, കാൽക്കുലേഷൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മാത്സ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾ അഫക്റ്റ് ചെയ്യുന്നവർക്കാണ് ലേണിംഗ് ഡിസോർഡറായ ഡിസ്കാൽക്കുലിയ വരുന്നത്. ന്യൂമറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, കാൽക്കുലേഷൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ് ഇവയൊക്കെയാണ് അവർക്ക് ഉണ്ടാവുക. ഇനി അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജെനറ്റിക്സ്, പൂവർ ടീച്ചിങ്, പൂവർ ലേണിംഗ് എൻവയറമെൻറ്റ് ആൻഡ് മാത്ത് ആൻസൈറ്റി, ന്യൂറോളജിക്കൽ ഡിഫക്റ്റ്, പൂവർ വർക്കിംഗ് മെമ്മറി. ജനിതകപരമായിട്ട് ഉള്ള കാരണങ്ങൾ, പൂവർ ടീച്ചിങ്ങിൽ മോശമാവുന്നത് കൊണ്ട്, അതായത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് മോശമാവുന്നത് കൊണ്ടോ അങ്ങനെ കാരണങ്ങൾ. പൂവർ ലേണിംഗ് എൻവയറമെൻറ്റ് ആൻഡ് മാത്ത് ആൻസൈറ്റി, മാത്സിനോടുള്ള പേടി, അതേപോലെ പഠന സാഹചര്യം ഇല്ലാത്ത അവസ്ഥ. ന്യൂറോളജിക്കൽ ഡിഫക്റ്റ്, പൂവർ വർക്കിംഗ് മെമ്മറി. അതെന്താ വർക്കിംഗ് മെമ്മറി? നമുക്ക് ഓർമ്മക്കുറവ്. ഇതൊക്കെയാണ് കോസസ് ഓഫ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്, ഡിസ്കാൽക്കുലിയയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്കാൽക്കുലിയ. നമ്പർ സെൻസ് ഡിഫിക്കൽട്ടീസ്, സ്ട്രഗിൾസ് ടു അണ്ടർസ്റ്റാൻഡ് ബേസിക് നമ്പർ കൺസെപ്റ്റ്, ഡിഫിക്കൽട്ടി എസ്റ്റിമേറ്റിംഗ് ക്വാണ്ടിറ്റീസ്, പുവർ ഗ്രാസ്പ് ഓഫ് മോർ ഓർ ലെസ് ഓർ ബിഗ്ഗർ ഓർ സ്മോൾ റിലേഷൻഷിപ്പ്. നമ്പർ സെൻസ് ഡിഫിക്കൽട്ടീസ്, സ്ട്രഗിൾസ് ടു അണ്ടർസ്റ്റാൻഡ് ബേസിക് നമ്പർ കൺസെപ്റ്റ്, ബേസിക് ആയിട്ടുള്ള നമ്പർ കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റിമേറ്റിംഗ് ക്വാണ്ടിറ്റീസ്, അളവുകൾ അളക്കുമ്പോൾ ഇല്ല ബുദ്ധിമുട്ടുകൾ. പുവർ ഗ്രാസ്പ് ഓഫ് മോർ ഓർ ലെസ് ഓർ ബിഗ്ഗർ സ്മോളർ റിലേഷൻഷിപ്പ്, വലുതേതാ ചെറുതേതാ, വലുതേതാ ചെറുതേതാ, അങ്ങനെ ഓരോന്നിലെ ബുദ്ധിമുട്ടുകൾ. അതാണ് പുവർ ഗ്രാസ്പ് ഓഫ് മോർ ഓർ ലെസ്, കൂടിയതേതാ കുറതേതാ, വലുതേതാ ചെറുതേതാ എന്നുള്ളത് ബുദ്ധിമുട്ടുകൾ. ഇനി അടുത്ത എന്താ? അരിത്തമെറ്റിക് ചലഞ്ചസ്, ട്രബിൾ വിത്ത് ബേസിക് ഓപ്പറേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അങ്ങനെയില്ല അരിത്തമെറ്റിക് ചലഞ്ചസ് കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, അവയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. ഇനി ടൈം ആൻഡ് മെഷർമെൻറ്റ് ഇഷ്യൂസ്, ഡിഫിക്കൽട്ടി റീഡിങ് ക്ലോക്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടൈം കൺസെപ്റ്റ്. സമയം നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സമയം പറഞ്ഞു കൊടുക്കാൻ ഇതെങ്ങനെയായിരിക്കും, 5 ആണോ 10 ആണോ എന്നൊക്കെ, ഇപ്പം 3 നോക്കിയിട്ട് നമുക്കത് 15 ആണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. സ്ട്രഗിൾസ് വിത്ത് കാലണ്ടേഴ്സ് ആൻഡ് ഷെഡ്യൂൾ, കലണ്ടർ നോക്കിയിട്ട് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യാനും കലണ്ടർ നോക്കി അതെങ്ങനെ പറയാനും ആഴ്ചകളും മാസങ്ങളൊക്കെ ദിവസങ്ങളൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട്. പ്രോബ്ലംസ് മെഷറിംഗ് ലെങ്ത്, വെയിറ്റ് ഓർ വോളിയം, ലെങ്ത് നീളവും വീതിയും വ്യാപ്തവും ഒക്കെ അളക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അവയൊക്കെ ആണ് ടൈം ആൻഡ് മെഷർമെൻറ്റ് ഇഷ്യൂസിൽ വരുന്നത്. ഇനി എന്താ? സീക്വൻസിങ് ആൻഡ് പാറ്റേൺ റെക്കഗ്നീഷൻ പ്രോബ്ലംസ്, ട്രബിൾ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ മൾട്ടി സ്റ്റെപ്പ് പ്രോബ്ലംസ്, പൂവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നമ്പർ സീക്വൻസ്. കുറേ സ്റ്റെപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും, ഒന്ന് കഴിഞ്ഞ് അടുത്തത് അങ്ങനെ വന്നിട്ട് നമുക്ക് മാത്രം ആൻസറിലേക്ക് എത്തുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. അവയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഓരോന്ന് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പൂവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നമ്പർ സീക്വൻസ്, കൗണ്ടിങ് ബാക്ക്വേഡ്, അതാ എക്സാമ്പിളായിട്ട് കൊടുത്തതാണ്. ഇപ്പം 100ൻ്റെ ബാക്കിലോട്ട് 99, 98 എന്നിട്ട് എണ്ണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അതാണ് സീക്വൻസിങ് ആൻഡ് പാറ്റേൺ റെക്കഗ്നീഷൻ പ്രോബ്ലംസിൽ വരുന്നത്. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? നമ്പർ സെൻസ് ഡിഫിക്കൽട്ടീസ്, അരിത്തമെറ്റിക് ചാലഞ്ചസ്, ടൈം ആൻഡ് മെഷർമെൻറ്റ് ഇഷ്യൂസ്, സീക്വൻസിങ് ആൻഡ് പാറ്റേൺ റെക്കഗ്നീഷൻ പ്രോബ്ലംസ്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. പിന്നെന്താ നമ്മളിന്ന് പഠിച്ചത്? കോസസ് ഓഫ് ഡിസ്കാൽക്കുലിയ പഠിച്ചു. ജെനറ്റിക്സ്, പൂവർ ടീച്ചിങ്, പൂവർ ലേണിംഗ് എൻവയറമെൻറ്റ് ആൻഡ് മാത്ത് ആൻസൈറ്റി, ന്യൂറോളജിക്കൽ ഡിഫക്റ്റ്, പൂവർ വർക്കിംഗ് മെമ്മറി. ഇനി ഇതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിച്ചു. ലേണിംഗ് ഡിസോർഡർ അഫക്റ്റിംഗ് ന്യൂമറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, കാൽക്കുലേഷൻ ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ്. ഇതൊക്കെയാണ് ഈ ലേണിംഗ് ഡിസോർഡറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. Okay, thank you.